ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 2-ലെ 9-ാമത്തെയും 10-ാമത്തെയും എപ്പിസോഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകൾ ലൈക്ക് കാർഡിലും ഞാൻ ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡീമൺ മൊണാർക്ക് ബരനെ കൊല്ലുന്ന ജിൻവുവിന് എലക്സിയർ ഓഫ് ലൈഫ് ഉണ്ടാക്കാനുള്ള അവസാനത്തെ ഇൻഗ്രീഡിയന്റ് കിട്ടി. അത് ഡീമൺ മൊണാർക്കിന്റെ പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് ആണ്. അങ്ങനെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് കിട്ടിക്കഴിയുന്ന ജിൻവുവിനോട് അവന്റെ സിസ്റ്റം എലക്സിയർ ഓഫ് ലൈഫ് ക്രാഫ്റ്റ് ചെയ്യട്ടെ ചോദിക്കുന്നു. അത് കാണുന്ന ജിൻവു അത് ക്രാഫ്റ്റ് ചെയ്യാൻ എസ് കൊടുത്തു. അത് ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ജിൻവുവിന് അത് 6 എണ്ണം കിട്ടുന്നുണ്ട്. ശേഷം അവിടേക്ക് അയൺ അവിടെ ചത്ത് കിടക്കുന്ന ഡ്രാഗന്റെ ബോഡി അത് ജിൻവുവിന്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ജിൻവു അറൈസ് പറഞ്ഞ് ആ ഡ്രാഗന്റെ ഷാഡോ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ജിൻവു എന്നിട്ട് അതിന് കൈസൽ എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ എലക്സിയർ ഓഫ് ലൈഫ് കിട്ടിയ ജിൻവുവിന് നേരെ തിരിച്ചുപോയി അത് എങ്ങനെയെങ്കിലും ടെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോഴാണ് നേരത്തെ കിട്ടിയ റിവാർഡിന്റെ കാര്യം അവന് ഓർമ്മ വരുന്നത്. ഒരു ഷാഡോ എക്സ്ചേഞ്ച് സ്റ്റോണിന്റെ കാര്യം. അതിന്റെ പവർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവന്റെ ഷാഡോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആ ഭാഗത്തേക്ക് ജിൻവുവിന് എക്സ്ചേഞ്ച് ആവാൻ പറ്റും. അതായത് അവന്റെ ഷാഡോ അവൻ നിൽക്കുന്ന ഭാഗത്തേക്കും അവന്റെ ഷാഡോ നിൽക്കുന്ന ഭാഗത്തേക്കും പോകും. ഒരു ചെറിയൊരു ടെലിപ്പോർട്ടേഷൻ പോലെ. പക്ഷേ ഇത് ഒരു തവണ യൂസ് ചെയ്താൽ അവന് പിന്നെ 3 മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്തത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ച് പെട്ടെന്ന് പോകാനുള്ളതുകൊണ്ട് ഡഞ്ചന്റെ പുറത്തുള്ള അവന്റെ ഷാഡോയുമായിട്ട് അവൻ എക്സ്ചേഞ്ച് ആയി. എന്നിട്ട് കൈസലിനെ പുറത്തു കൊണ്ടുവന്ന് അവൻ നേരെ അവന്റെ അമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് ചെയർമാൻ വൂവിനോട് പ്രസിഡന്റ് ഗോ അവർ നടത്താൻ പോകുന്ന റെയ്ഡിന്റെ പ്ലാൻ പറയാണ്. ആദ്യം ഇവർ ക്വീൻ ആൻഡ് ബീസ്റ്റും ബാക്കിയുള്ള ആൻഡ് ബീസ്റ്റുകളും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാക്കും. അതിനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഇനി ഈ പ്ലാൻ വർക്ക് ആയിട്ടില്ലെങ്കിൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. എന്നിട്ട് പ്രസിഡന്റ് ഗോ ചെയർമാൻ വൂവിനോട് സങ് ജിൻവുവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നു. അത് കേട്ട് വൂ ഇല്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഒരു ബാറിലിരുന്ന് ഹണ്ടർ യൊൻഹോ അവന്റെ ഫ്രണ്ട് റിട്ടയർഡ് ആയ ഹണ്ടർ ബ്യോൻഗുവിന്റെ കൂടെ ഇരുന്ന് ബിയർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും സംസാരിക്കുന്നത് നടക്കാൻ പോകുന്ന റെയ്ഡിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് നടന്ന ഒരു റെയ്ഡിൽ വെച്ചാണ് യുൻസുക് എന്ന് പറയുന്ന ഇവരുടെ മറ്റൊരു ഫ്രണ്ട് അവരുടെ കൺമുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടത്. അന്ന് രക്ഷപ്പെട്ടു വന്ന ബ്യോൻഗു അതിനുശേഷമാണ് റിട്ടയർഡ് ആയത്. ഇപ്പൊ അവൻ സിവിൽ സർവീസിന്റെ എക്സാം എഴുതാൻ പോവുകയാണെന്നൊക്കെ അവന്റെ അടുത്തിരിക്കുന്ന യൊൻഹോയോട് പറയുന്നു. ഇതേ സമയത്ത് ഇവിടെ ജിൻവു അവന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അവൻ കാരണം അവന്റെ അമ്മയുടെ കഴുത്ത് പണ്ട് പൊള്ളിയത് ആലോചിച്ച് ആ എലക്സിയർ ഓഫ് ലൈഫ് എടുത്ത് അവന്റെ അമ്മയെ കൊണ്ട് കുടിപ്പിക്കുന്നു. അപ്പൊ അവന്റെ അമ്മയുടെ കഴുത്തിലുള്ള ആ പൊള്ളിയ പാട് മാഞ്ഞുപോയി. അതുപോലെ അവരുടെ മുഖത്തുള്ള ചുളിവുകളെല്ലാം മാറി. അങ്ങനെ ജിൻവു സങ്കടത്തോടെ അവന്റെ അമ്മയെ നോക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞ 4 വർഷത്തിന് ശേഷം ഇപ്പൊ അവന്റെ അമ്മ എണീറ്റു. ജിൻവുവിനെ കാണുന്ന അവന്റെ അമ്മ അവൻ ഒരുപാട് വളർന്നുപോയി. അതുപോലെ അവന്റെ ശരീരം മുഴുവൻ മുറിവാണ്. നീ സ്വയം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് പറഞ്ഞ് അവന്റെ മുഖത്ത് തലോടുന്നു. അപ്പൊ ജിൻവു അവന്റെ അമ്മയുടെ കൈ പിടിച്ച് കരഞ്ഞു. അടുത്ത ദിവസം രാവിലെ ഇയാൾ ഡോക്ടറിനോട് ഇറ്റേണൽ സ്ലംബർ വന്ന ഒരു പേഷ്യന്റ് അത്ഭുതകരമായിട്ട് എണീറ്റു എന്ന് ഡോക്ടറിനോട് പറയുന്നു. ഇവിടെ ജീന അമ്മ എണീറ്റത് കണ്ട് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇതേ സമയത്ത് പ്രസിഡന്റ് ഗോ തന്റെ മുൻപിലുള്ള എല്ലാ മീഡിയസിനോടും അവർ നടത്താൻ പോകുന്ന റെയ്ഡിനെ കുറിച്ച് പറയുന്നു. 4-ാമത്തെ ജെജു ഐലൻഡ് റെയ്ഡ് നടക്കാൻ പോവാണ്. അതിൽ പങ്കെടുക്കുന്നത് ഈ രാജ്യത്തുള്ള ആൾക്കാർ മാത്രമല്ല, ജപ്പാനിൽ നിന്ന് വന്ന 10 എസ് റാങ്ക് ഹണ്ടേഴ്സും ഉണ്ട്. റെയ്ഡ് നടക്കുന്ന സമയത്ത് എ റാങ്കിന് താഴെയുള്ള ഹണ്ടേഴ്സ് ഇവിടെ നിന്ന് ബാക്കിയുള്ള ആൾക്കാരെ സംരക്ഷിക്കണം. ഇപ്രാവശ്യം നമ്മൾ ജയിക്കാനാണ് തീരുമാനിച്ചത് എന്ന് പ്രസിഡന്റ് ഗോ പറയുന്നു. അടുത്ത സീനിൽ നമ്മുടെ ജിൻവു അവന്റെ അമ്മയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. കുറച്ച് ദിവസം അവൻ ഇല്ലാതിരുന്നതുകൊണ്ട് അവന്റെ അനിയത്തി വീട് മുഴുവൻ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ 3 പേരും ചേർന്ന് വീട് വൃത്തിയാക്കുന്നു. ശേഷം ജിൻവുവിന് ഒരു കോൾ വരുന്നുണ്ട്. ഇവിടെ പ്രസിഡന്റ് ഗോ ചെയർമാൻ വൂവിനോട് നേരത്തെ നടന്ന പ്രസ് കോൺഫറൻസിന് ശേഷം ഒരു ഇന്റർനാഷണൽ ഹണ്ടർ വന്ന കാര്യം പറയുന്നു. അവന്റെ പേര് തോമസ് ആൻഡ്രൂ, അമേരിക്കയിലെ എസ് റാങ്ക് നാഷണൽ ഹണ്ടർ. അത്രയും പവറുള്ള ഒരു ഹണ്ടർ ഒരിക്കലും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് തലയിടാറില്ല. അതുകൊണ്ട് ഇവൻ വന്നതിന്റെ കാരണം ഹണ്ടർ ഡോങ്സുവിന് സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് എന്ന് പറയുന്ന പ്രസിഡന്റ് ഗോ സങ് ജിൻവുവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അതിന് ചെയർമാൻ വൂ അവനെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ഇവിടേക്ക് എത്തും. അങ്ങനെ ജിൻവു അവിടേക്ക് എത്തി. അപ്പോൾ ജിൻവുവിനോട് പ്രസിഡന്റ് ഗോ ഈ മിഷനിലേക്ക് ഞങ്ങളെ സഹായിക്കാൻ നീ വരുമെന്ന് ചോദിക്കുന്നു. അത് കേട്ട് കുറച്ചു നേരം ജിൻവു ആലോചിച്ച് നിൽക്കുന്നു. പെട്ടെന്നാണ് ഒരു മാജിക്കൽ വേവ് ഉണ്ടാവുന്നത്. അത് ജിൻവുവിന് അറിയാൻ പറ്റുന്നുണ്ട്, ഒരു വലിയ പവർ. അത് കണ്ട് പ്രസിഡന്റ് ഗോ ജിൻവുവിനോട് ആ മാജിക്കൽ വേവ് നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടല്ലേ, അത് എസ് റാങ്ക് ഹണ്ടേഴ്സ് ജിമ്മിൽ വാമപ്പ് ചെയ്യുന്നതാണ്, നിനക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് പോവാം. അങ്ങനെ ജിൻവു അവിടേക്ക് എത്തി. അവിടെ ഇപ്പോൾ യൊൻഹോയും മാ എന്ന് പറയുന്ന ഒരു എസ് റാങ്ക് ഹണ്ടറും തമ്മിൽ ഫ്രണ്ട്ലി ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവരുടെ വാമപ്പ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ജിൻവുവിന്റെ അടുത്തേക്ക് ഹണ്ടർ ചോയ് വന്ന് അവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് ജപ്പാനിൽ നിന്ന് ഗ്യോട്ടോ റൂജിയും അവന്റെ ഗിൽഡിലെ ബാക്കിയുള്ള ആൾക്കാരും വരുന്നത്. അപ്പൊ അവിടെ വെച്ച് ജിൻവുവിനെ കാണുന്ന ഗോട്ടോ അവനൊരു അസാസിൻ അല്ലേന്ന് ചോദിക്കുന്നു. അല്ല, അവനൊരു മേജാണ്, അതായത് മന്ത്രവാദിയാണെന്ന് തന്റെ കൂടെ വന്ന അസിസ്റ്റന്റ് അവനോട് പറയുന്നു. അത് കേട്ട ഗോട്ടോയ്ക്ക് അവന്റെ അകത്ത് നിന്ന് വരുന്ന പവർ കാരണം അവനൊരു മന്ത്രവാദിയാണെന്നുള്ളതിൽ സംശയമുണ്ട്. അതുകൊണ്ട് ഗോട്ടോ ആ സംശയം ഒന്ന് തീർക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുന്ന എസ് റാങ്ക് ഹണ്ടേഴ്സിന്റെ കൂടെ ഒരു ഫ്രണ്ട്ലി മാച്ച് വെക്കാമെന്ന് പറയുന്നു. അത് കേട്ട് യൊൻഹോ അവിടേക്ക് വന്ന് റൂൾസ് പറയുന്നു. കയ്യിൽ പിടിച്ചാലോ പുറത്ത് തൊട്ടാലോ നിലത്ത് വീണാലോ അവർ തോറ്റതായിട്ട് കൂട്ടും. ഇതൊരിക്കലും ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫൈറ്റ് അല്ല, എല്ലാവരും ഒരുമിച്ചുള്ള ഫൈറ്റ് ആണ്. കാരണം അവർ പോകുന്ന ഐലൻഡിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആയിരിക്കില്ലല്ലോ ഫൈറ്റ് ചെയ്യുന്നത് എന്ന് യൊൻഹോ പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള മാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഹണ്ടർ ചാഹെയിൻ, ഹണ്ടർ ലിം, ഹണ്ടർ മാ കൂടെ ഹണ്ടർ യൊൻഹോ ഇവർ 4 പേരും ഒരു ടീം. അതുപോലെ അവരിൽ നിന്ന് ഹണ്ടർ തവാത്ത, ഹണ്ടർ കുമമോട്ടോ, ഹണ്ടർ ഹൊഷീനോ കൂടെ ഹണ്ടർ തനാക്ക ഇവർ 4 പേരും മറ്റൊരു ടീം. അങ്ങനെ അവർ തമ്മിലുള്ള ഫ്രണ്ട്ലി മാച്ച് ആരംഭിച്ചു. അതിലാദ്യം ഹണ്ടർ മാ ജപ്പാനിൽ നിന്ന് വന്ന ഹണ്ടർ തനാക്കയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ഹണ്ടർ യൊൻഹോ ഹണ്ടർ കുമമോട്ടോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അതുപോലെ ഹണ്ടർ ലിം ഹണ്ടർ ഹൊഷീനോയുടെ
യൊൻഹോയുടെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. അതിൽ ഹണ്ടർ മായെ ജപ്പാൻ ഹണ്ടർ അടിച്ചിട്ടു. മറ്റൊരു ഭാഗത്ത് ജപ്പാൻ ഹണ്ടറിന്റെ മുന്നിൽ ലിമ്മും തോറ്റുപോയി. അതുപോലെ കുമമോട്ടോയെ പിടിക്കാൻ ഓടി വരുന്ന യൊൻഹോയുടെ മുന്നിൽ ജയിച്ച 2 ജപ്പാൻ ഹണ്ടേഴ്സും വന്ന് നിൽക്കുന്നു. ഇവിടെ ചാഹൈൻ അവിടെ ഡാൻസ് കളിക്കുന്നത് പോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചാഹൈൻ അവളുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജപ്പാൻ ഹണ്ടറിന്റെ പുറത്ത് തൊട്ട് അവളെ തോൽപ്പിച്ചു. ശേഷം അവിടെ ഫൈറ്റ് ചെയ്യുന്ന യൊൻഹോയെ സഹായിക്കാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് കുമമോട്ടോ അവളുടെ പുറകിൽ നിന്ന് അവളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. പെട്ടെന്ന് അവൾ അറിയാതെ അവന്റെ മുഖത്തടിക്കുന്നു. അപ്പോഴാണ് അവന്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത്. അവൻ എങ്ങാനും ദേഷ്യം വന്നാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇപ്പൊ ദേഷ്യം വരുന്ന അവൻ അവളെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അവളെ അടിക്കാൻ വേണ്ടി അടുത്തേക്ക് എത്തുമ്പോഴാണ് ജിൻവു പെട്ടെന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി അവനെ തടഞ്ഞു നിർത്തി. അതിൽ കൂടുതൽ ദേഷ്യം വരുന്നവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ജിൻവു പെട്ടെന്ന് അവനെ നിലത്ത് ചേർത്തി പിടിച്ചു വെച്ചു. അത് കാണുന്ന ഗിൽഡ് മാസ്റ്റർ ഗോട്ടോ അവനൊരു മന്ത്രവാദിയാണെന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് എനിക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ജിൻവുവിന്റെ അടുത്തേക്ക് അയാളുടെ അസിസ്റ്റന്റ് വന്ന് ഞങ്ങളുടെ ഗിൽഡ് മാസ്റ്ററിന് നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് ഒരു മാച്ചിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ജിൻവുവിനോട് ചോദിക്കുന്നു. ശേഷം അസിസ്റ്റന്റ് ജിൻവു പറഞ്ഞ കാര്യം ഗോട്ടോയോട് വന്ന് പറയുന്നു. ഹണ്ടർ സങ് ജിൻവു തയ്യാറാണ്, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പവറും പുറത്തെടുക്കണമെന്ന്. അത് കേട്ട ഗോട്ടോയ്ക്ക് ഇഷ്ടപ്പെട്ടു. ശേഷം ജിൻവു അവന്റെ ബോഡി വാമപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജിൻവുവിനെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത്രയും വലിയൊരു അറ്റാക്ക് ജിൻവു പെട്ടെന്ന് തന്നെ മാറിക്കടന്നു. അത് കാണുന്ന ഗോട്ടോയാവട്ടെ ഇവൻ മന്ത്രവാദിയാണെന്നോ, എന്നെ ചിരിപ്പിക്കല്ലേ, ഇവന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഗോട്ടോ ജിൻവുവിനെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പൊ ജിൻവു ആവട്ടെ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ചിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ദേഷ്യം വരുന്ന ഗോട്ടോ ഒന്നുകൂടെ സ്പീഡിൽ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ജിൻവുവിന് ഒന്നുമല്ല. അവൻ പെട്ടെന്ന് ആ അറ്റാക്കിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു. അതുകൊണ്ട് വീണ്ടും ദേഷ്യം വരുന്ന ഗോട്ടോ ഞാൻ എന്റെ മനസ്സ് മാറ്റി, അവനെ ഞാൻ എന്റെ മുഴുവൻ പവർ ഉപയോഗിച്ച് കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞ് സ്പീഡിൽ ഓടി വരുന്ന ഗോട്ടോ ജിൻവുവിന്റെ മുഖത്തടിച്ച് മുറിവാക്കുന്നു. എന്നിട്ട് വീണ്ടും അവനെ വേഗത്തിൽ അടിക്കുമ്പോൾ ജിൻവു ഗോട്ടോയുടെ കൈ പിടിച്ചു വെച്ചു. എന്നിട്ട് രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പുറകിലേക്ക് മാറി നിന്ന് അവരുടെ മുഴുവൻ പവറും പുറത്തെടുക്കുന്നു. കണ്ടു നിൽക്കുന്ന എല്ലാവരും ഷോക്കായി. കളി പോയി കാര്യമാവുന്നത് അവർക്ക് മനസ്സിലായി. ഇപ്പൊ രണ്ടുപേരും ഓടി വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ജിൻവുവിനെ ചാഹേനും യൊൻഹോയും പിടിച്ചു വെക്കുന്നത്. അതുപോലെ ഗോട്ടോയെ അവന്റെ രണ്ടുപേരും പിടിച്ചു വെച്ചു. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ആ ഫൈറ്റ് അവസാനിച്ചു. ശേഷം അവിടെ നിന്ന് പോകുന്ന ഗോട്ടോ ജെജു ഐലൻഡിലേക്ക് പോകുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ സങ് ജിൻവുവിന്റെ പേരില്ല. അതായത് ജെജു ഐലൻഡിലേക്ക് അവൻ പോകുന്നില്ല. കാരണം 4 വർഷത്തിന് ശേഷമാണ് അവന്റെ അമ്മ എഴുന്നേറ്റത്. അതുകൊണ്ട് ഇപ്പൊ അവന്റെ അമ്മയുടെ കൂടെ അവൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് ജിൻവു ജെജു ഐലൻഡിലേക്ക് പോവാത്തത്. ഇപ്പൊ ജെജു ഐലൻഡിലെ അവിടെയുള്ള ഉറുമ്പുകൾക്ക് വേണ്ടത്ര ഭക്ഷണമൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഉറുമ്പുകൾ തന്നെ തിന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിലെ ക്വീൻ ആൻഡ് ഈ സ്ഥലത്ത് നിന്ന് ഭക്ഷണമൊക്കെ കിട്ടുന്ന മറ്റൊരു സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവാൻ എന്റെ സ്ട്രോങ് ആയിട്ടുള്ള മകൻ ജനിക്കുമെന്ന് പറഞ്ഞ് ഒരു വലിയ മുട്ടയിലേക്ക് നോക്കുന്നു. അപ്പോൾ ആ മുട്ട വിരിഞ്ഞ് ഒരു വലിയ ഉറുമ്പ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് ആ ഉറുമ്പ് അതിന്റെ മുഴുവൻ പവറും പുറത്തേക്ക് വിടുകയാണ്. അത്രയും പവറുള്ള ആ ഒരു ഉറുമ്പ് അതിനുശേഷം കാണിക്കുന്നത് ജോഹെ, സങ് അതുപോലെയുള്ള എല്ലാവരും ഈ ജെജു ഐലൻഡ് മിഷനിൽ നാടിനെ രക്ഷിക്കാൻ അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉറപ്പുണ്ട് ഈ ഒരു മിഷൻ അവർ ജയിക്കുമെന്ന്. ശേഷം രാവിലെ ഒരുപാട് കപ്പൽ ജെജു ഐലൻഡ് ചുറ്റി വളഞ്ഞു. ഇതേ സമയത്ത് ജെജു ഐലൻഡിലേക്ക് പോകുന്ന എസ്ട്രാങ് ഹണ്ടേഴ്സ് എല്ലാവർക്കും യാത്ര പറഞ്ഞു. അതുപോലെ യൊൻഹോയോട് വരുന്നില്ല എന്ന് പറഞ്ഞ ബ്യങ്കു ഇപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവിടേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് ജപ്പാൻ ടീം എല്ലാവരും ഓരോരോ ഭാഗത്ത് ഓരോരോ ടീമായി നിന്ന് അവരെല്ലാം തയ്യാറായി. എന്നിട്ട് സമയമായപ്പോ അവരുടെ മാജിക് പവർ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അതിന്റെ അകത്തുണ്ടായിരുന്ന ഉറുമ്പുകൾ പുറത്തേക്ക് വരുന്നു. ആ സമയത്താണ് ചോയ് അവന്റെ പവർ ഉപയോഗിച്ച് പറന്നു വരുന്ന ഉറുമ്പുകളെ അറ്റാക്ക് ചെയ്യുന്നത്. ശേഷം എല്ലാവരും ഒരുമിച്ച് അവിടേക്ക് ഇറങ്ങുന്നു. ഇപ്പൊ ക്വീൻ ആൻഡും പുറത്തുള്ള ഉറുമ്പുകളും തമ്മിൽ കണക്ഷൻ വരാതിരിക്കാൻ ഒരു സിഗ്നൽ ആക്ടിവേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ക്വീന്റെ സിഗ്നൽ പുറത്തുള്ള ഉറുമ്പുകൾക്ക് കിട്ടില്ല. ഇതേ സമയത്ത് ക്വീൻ ആൻഡ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ചോയ് അവന്റെ പവർ ഉപയോഗിച്ച് എല്ലാ ഗുഹയിലേക്കും അറ്റാക്ക് ചെയ്യുന്നു. അതിലൊരു ഗുഹയ്ക്കകത്ത് നിന്ന് മാത്രം പുക വരുന്നില്ല. അപ്പോൾ അതിന്റെ അകത്തായിരിക്കും ക്വീൻ ആൻഡ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ആരുമില്ലാത്ത സ്ട്രീറ്റിൽ നമ്മുടെ ജിൻവു അവന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇവര് ക്വീന്റെ ചേംബറിലേക്ക് എത്തി. അവിടെ ഒരു വലിയ മുട്ട വിരിഞ്ഞിറങ്ങിയത് അവർ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവരിപ്പോ ക്വീനെ കൊല്ലാൻ വേണ്ടിയാണ് ശ്രദ്ധിക്കുന്നത്. ഇതേ സമയത്ത് ഉറുമ്പുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജപ്പാൻ ഹണ്ടേഴ്സിലെ ഒരു പെണ്ണിന്റെ തല, അതും ഒരു എസ്ട്രാങ് ഹണ്ടറിന്റെ തല ഏതോ ഒരു ജീവി കടിച്ചു പറിച്ചെടുത്തു. അതുകൊണ്ട് ബാക്കിയുള്ളവർ ഷോക്കാവുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.